സദാചാര ആക്രമണം നേരിട്ട മിസ നാടകം വീണ്ടും വേദിയിലെത്തിക്കാൻ ഡിവൈഎഫ്ഐ. തൃശൂരിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ നാടകം അവതരിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. നാടകത്തിലെ രംഗങ്ങൾ മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഒറ്റ രാത്രി കൊണ്ട് ശ്വാസം മുട്ടി ചോദ്യം ചോദിക്കുന്നത് കുറ്റമായി, കവിത എഴുതുന്നത് ഗൂഢാലോചനയായി, നാടകം അവതരിപ്പിക്കുന്നത് രാഷ്ട്രവിരുദ്ധതയായി, മൗനം മാത്രം. തൃശൂരിൽ തുടരുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച മിസ എന്ന നാടകമാണ് സൈബറിടങ്ങളിൽ ഉൾപ്പെടെ അതിരൂക്ഷമായ സദാചാരാക്രമണത്തിന് വിധേയമാകുന്നത്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായ ഭരണകൂട പീഡനം നേരിട്ട പ്രശസ്ത ദക്ഷിണേന്ത്യൻ നടിയും സാമൂഹിക പ്രവർത്തകയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് നാടകത്തിന്റെ പ്രമേയം. നാടകത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ വേഷം മാത്രം മുൻനിർത്തിയാണ് സദാചാര പ്രചാരണം. വിവാദമായതിനു പിന്നാലെ നാടകം വീണ്ടും വേദിയിലെത്തിക്കുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു. നാടകത്തിന്റെ ചില രംഗങ്ങൾ വെട്ടിപ്രചരിപ്പിച്ചതിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. അന്ന് കോട്ടയത്തെ പ്രഖ്യാപിച്ചു. പക്ഷേ കോട്ടയത്തെ തൊഴിലാളികൾ കോട്ടയം നഗരത്തിൽ കാവൽ നിന്ന് സ്നേഹലത റെഡ്ഡിയുടെ മകൾക്ക് ആ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം സ്നേഹലത റെഡ്ഡിയെയും അടിയന്തരാവസ്ഥയുടെ ശക്തിയുമെല്ലാം കോൺഗ്രസിലെ ഭയമാണ്. ആ ഭയത്തിൽ നിന്ന് കൂടിയാണ് പഴയ ചരിത്രമാരും ഓർമ്മിക്കരുത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഇത്തരം വാദങ്ങളുമായിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും ലീഗുമല്ല ഒറ്റക്കെട്ടാണ്. അതേസമയം നാടകത്തെ പിന്തുണച്ച് നടൻ ജോയി മാത്യു അടക്കമുള്ളവരും രംഗത്തെത്തി. മിസ നാടകത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ സർഗാത്മക പ്രതിഷേധമുയർത്താൻ പുരോഗമന കലാസാഹിത്യ സംഘവും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.